ആ ചന്ദ്രൻ വന്നല്ലോ. ആരായത്? എവിടെ പോവാ? ചെക്കിങ് കഴിഞ്ഞോ? കഴിഞ്ഞത്. ഇത്രയും കാലം നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊരു സമാധാനമായിരുന്നു. ഇപ്പോ നീ എന്നാ എന്നാ കാണുന്നേ? ചെന്ന് ഉടനെ വിളിക്കണേ. എന്നാ ചെന്നിട്ട് വിളിക്കാം. സാർ, അതാണ് സാറിന് വണ്ടി. ചന്ദ്ര, ജീവിച്ചിരുന്ന കാലത്ത് അച്ഛന് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ്റെ കാലശേഷം അമ്മയ്ക്ക് വേണ്ടി. ഇപ്പൊ അവരില്ലാത്തപ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ ബലിയിട്ടിട്ടോ ചെയ്യാത്ത കാര്യങ്ങൾക്കൊന്നും പരിഹാരമാവില്ല. ലതികയ്ക്കും ഒരു കുറവും വരുത്താതെ അവർ വളർത്തിയത്. അവരെ കാലശേഷം ഞാൻ അവളെ നോക്കുന്നു അവർ വിചാരിച്ചിട്ടുണ്ടാവും. അവൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാനോ അവളുടെ കാര്യങ്ങളോ അന്വേഷിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. അതൊക്കെ വലിയ കുറവല്ലേ പ്രായിക്ക്? അതിപ്പം വലിയ വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയിലൊക്കെ ആകുമ്പം അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാലും ലതികയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയം ചന്ദ്രൻ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യത്തിനല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിലൊക്കെ റഹ്മത്തും ബർക്കത്തും ലതികമ്മക്ക് വന്നു ചേരും. നീയൊക്കെ എവിടെ നോക്കി നിൽക്കാടി? ഞാൻ പറഞ്ഞല്ലേ സാർ, ഇവിടെ റിസർവ്ഡ് ആണ്. പിന്നെ സാറ് ഫോണിലായിരുന്നില്ലേ? നീ കൂടുതലേ ഓവർ സ്മാർട്ട് ആവല്ലേ? നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായ കുഴപ്പത്തിന് ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ 6 മാസത്തെ ശമ്പളം വേണം ഈ പോയ ലൈറ്റ് ശരിയാക്കാൻ. നിനക്ക് ഈ കാർ ഏതാണെന്നറിയോ? ഈ കാർ ഏതാന്ന് മനസ്സിലായി, പക്ഷെ നിങ്ങളെ മനസ്സിലായി. സീനാദാസ്. അഡ്രസ്സും അറിയണം.
ഗ്രൂസിലി കട്ടിങ് ഒന്നും എനിക്കറിയില്ല. ഒന്നാമത് സ്പ്രിങ് പോലത്തെ പൊടിയാണ്. അതെങ്ങനെ എണ്ണ തേക്കാൻ പറഞ്ഞാൽ എണ്ണ തേക്കില്ലല്ലോ. ഹലോ അച്ഛാ. ശരി അച്ഛാ. എന്താണ് എന്താണ് അച്ഛനോ? അച്ഛ അച്ഛ എന്താണ്? ഇങ്ങോട്ട് ഇറങ്ങി വാടി. വേറെ എവിടെയാണെന്ന് തോന്നുന്നു സാറേ. ദേഹത്തൊന്നും കാണുന്നില്ല. സാധനം എവിടെയാന്ന് പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. കേട്ടല്ലോ? കള്ളക്കേസാ. ഞാൻ ഒരാളുടെ കാറിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു. ഇന്ന് വൈകുന്നേരം പാർക്കിംഗ് ലോട്ടിൽ വെച്ച് ഒരാളുമായിട്ട് നടക്കി. അതിന്റെ ബാക്കിയാ. എന്ത് പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കണില്ല. ഇതാണ് സാർ ആൾ. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്കറിയാം? നിങ്ങൾ ആരായാലും എനിക്കെന്താ? കുറ്റം സമ്മതിക്കുന്നില്ല സാർ. ഇനി എന്നോട് പറ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല സർ. എന്തോ കേട്ടില്ല. സാറേ, അവളൊന്നും എടുത്തിട്ടില്ല. അവളെ കാണാനായിട്ട് അടുത്ത ആഴ്ച ഒരു കൂട്ട് വരുന്നുണ്ട്. പ്ലീസ്. തന്നോട് ചോദിച്ചോ? താൻ അങ്ങോട്ട് മാറിക്കിടും. ഒരു ദിവസം ലോക്കപ്പിൽ കിടക്കുമ്പോൾ മാറും എല്ലാ അഹങ്കാരവും. ഇങ്ങോട്ടോ? ഇന്നിവിടെ കിടക്കേണ്ടി വന്ന നാളെ പിന്നെ നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഇവിടെ വരണ്ട. അച്ഛൻ നമ്മളിനി എന്ത് ചെയ്യും? എനിക്കൊന്നും അറിഞ്ഞൂടാ. അഡ്വക്കേറ്റ് പത്മനാഭന്റെ നമ്പർ ഉണ്ട്, വിളിക്കട്ടെ? വിളിക്ക്. ഹലോ, സനലാണ് സാറേ. സാറേ, എൻ്റെ ചേച്ചീനെ ഇവിടെ ഒരു കള്ളക്കേസിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. ഹലോ 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 സാറേ.
GD എടുത്തുണ്ട്. പെങ്ങളുടെ പേരെന്താ? സീന. എവിടെ? വിളിക്കാം സർ. സാർ എന്താ കേസ്? ഈ പെൺകുട്ടിയുടെ പേരിലുള്ള കേസ് എന്താണ്? സർ മോഷണമാണ് സർ. എന്ത് മോഷണം? സർ ഇവർ വർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ലോട്ടിലെ ഒരു വണ്ടിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു. ആരാ പരാതി തന്നു? സർ സുശീൽ എന്ന് പറഞ്ഞ ഒരാളാണ്, ബിസിനസ്സുകാരനാണ്. ആ പരാതി ഇങ്ങ് തരും. റിട്ടേൺ കംപ്ലൈൻറ്റ് തന്നിട്ടില്ല സർ. പിന്നെ സർ ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു. FIR ഉണ്ടോ? ഇല്ല സർ. നിങ്ങൾ സംഭവം നടന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചോ? ഇല്ല. ഇവരെ ചോദ്യം ചെയ്തു? ചെയ്തു. എന്നിട്ട് കുറ്റം സമ്മതിച്ചിട്ടില്ല സർ. തൊണ്ടി കിട്ടിയോ? ഈ സംഭവം എപ്പോഴാണ് നടന്നത്? സർ ഇന്ന് വൈകുന്നേരമാണ്. അപ്പോൾ 379 വകുപ്പ്. അതെ സർ. ഇന്ന് വൈകുന്നേരം നടന്നു എന്ന് പറയുന്ന മോഷണം. റിട്ടേൺ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല, സംഭവസ്ഥലം സന്ദർശിച്ചിട്ടില്ല, FIR ഇട്ടിട്ടില്ല, തൊണ്ടി മുതലും കിട്ടിയിട്ടില്ല. പ്രതി എന്ന് പറയുന്ന യുവതിയെ ലോക്കപ്പ് ചെയ്യാൻ പോകും. എന്താ കമ്മീഷണർ, നിങ്ങളുടെ കീഴിലുള്ള സ്റ്റേഷൻ എടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? 5 മണിക്ക് ശേഷം സ്ത്രീകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തരുതെന്നും അത്യാവശ്യമാണെങ്കിൽ വീട്ടിൽ പോയി ചോദ്യം ചെയ്യണമെന്നുള്ള ഉത്തരവിന്റെ കോപ്പി ഇവിടെ ഇല്ലേ? ഇല്ലേ? ഉണ്ട് സർ. ആ ഉത്തരവുകളൊക്കെ നടപ്പാക്കാനും കൂടി ഉള്ളതാണെന്ന് ഇതുവരെ മനസ്സിലാക്കി. ഇനി പറ, ഈ കേസ് ജെനുവിൻ ആണോ അല്ലേ? ആർ ബാഹുലയൻ SIF പോലീസ്, ഷൈൻ തോമസ് സർക്കിൾ ഇൻസ്പെക്ടർ. രണ്ടുപേരുടെയും സസ്പെൻഷൻ ഓർഡർ റെഡി ആയിക്കോളും. ഇവരെ നിങ്ങളുടെ ഒഫീഷ്യൽ കാര്യത്തിൻ്റെ ഇപ്പോൾ വീട്ടിലെത്തിക്കണം. യെസ് സാർ. എത്തിയവരെ എനിക്ക് വിളിച്ച് പറയുകയും ചെയ്യണം. യെസ് സാർ. പിന്നെ ഈ കംപ്ലൈൻറ്റ് കൊടുത്തയാളുടെ ഫുൾ ഡീറ്റെയിൽസ് നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് എൻ്റെ ഓഫീസ് ടേബിളിൽ ഉണ്ടാവണം. ഐ വിൽ സീ ടു ഇറ്റ് സാർ.